അതിന്റെ പ്രതീക്ഷകളെ കുറിച്ച് പറഞ്ഞു. നമുക്ക് CPM-ന്റെ ചില ഡ്രോബാക്സുകൾ കൂടി, CPM-ന്റെ എന്താണ് ചില ആശങ്കകൾ കൂടി പറയണം. അതിലേക്ക് വരാം. അതിനുമുമ്പ് ശ്രീജിത്തിലേക്ക് ഒന്ന് പോകണം. ശ്രീജിത്ത്, 45,000-ഓളം ഉറച്ച വോട്ടുകൾ തങ്ങൾക്കുണ്ട് എന്ന ആത്മവിശ്വാസം BJPക്ക് അവിടെയുണ്ട്. പ്രത്യേകിച്ചും നഗരസഭ 2 തവണയായി ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഈ നഗരമേഖലയിൽ കാര്യമായ പോളിംഗ് നടന്നിട്ടുണ്ട്. കുറവാണ് എങ്കിൽ പോലും അവരുടെ വോട്ടുകൾ കൃത്യമായി വീഴ്ത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന സാഹചര്യമുണ്ട്. RSSന്റെ വലിയൊരു സംഘടനാ പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ഈ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ തവണയൊക്കെ ശ്രീധരന് ലഭിക്കാമായിരുന്ന വോട്ടുകൾ, പോൾ ചെയ്യപ്പെടാതെ പോയ വോട്ടുകൾ കൃത്യമായി അവരവരുടെ ഭവനങ്ങളിലെത്തി പണി ചെയ്ത് RSSന്റെ കൂടി സ്വാധീനത്തിൽ, അവരുടെ കൂടി സഹകരണത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു 5000, ഈ 45,000 കൂടി ചേർത്ത് 5000 വോട്ടുകൾ കൂടി ലഭിക്കുക എന്നുള്ളത് അസാധ്യമല്ല. CPM-ന്റെ വോട്ടുകൾ വളരെ കൃത്യമായി CPM-ന് പോവുകയും തങ്ങളുടെ വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കുകയും ചെയ്താൽ വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെയാണ് പല BJP നേതാക്കളും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണോ സ്ഥാനാർത്ഥി അടക്കമുള്ളവർ ഈ നിമിഷം വരെ ഉള്ളത്? തീർച്ചയായും അതുണ്ട്. അതിന്റെ ഒപ്പം തന്നെ പിരായിരി പോലുള്ള പഞ്ചായത്തുകളിൽ വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞതും BJPയുടെ ആത്മവിശ്വാസത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമായി വരികയാണ്. കഴിഞ്ഞ തവണ പിരായിരി പഞ്ചായത്തിലാണ്, അതായത് നഗരസഭയിൽ ഈ ശ്രീധരൻ നേടിയ ലീഡ് മറികടക്കാൻ, അത് നികത്താൻ, ആ ഒരു വിടവ് നികത്താൻ UDFന് കഴിഞ്ഞത് പിരായിരി പഞ്ചായത്തിലെ വോട്ടുകളിലൂടെയാണ്. പിന്നീട് മാത്തൂരിൽ നിന്നും കണ്ണാടിയിലും BJP വളരെ പിന്നിൽ പോവുകയും അവിടെ UDFും LDFും ഏതാണ്ട് ഒരുപോലെ പോവുകയും ചെയ്തതോടുകൂടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തവണ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ അതായത് സാധാരണ ന്യൂനപക്ഷ മേഖലകളിൽ ഒരു 100-80% വോട്ടുകളും പോൾ ചെയ്യപ്പെടും. പക്ഷെ BJP വോട്ടർമാർക്കിടയിൽ അതൊരു 160% മാത്രമേ പോൾ ചെയ്യപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഡാറ്റ വെച്ച് BJP മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ അൺപോൾഡ് വോട്ട്, അതായത് വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്നവരെ ബൂത്തിലെത്തിക്കുക എന്ന തന്ത്രമാണ് BJP അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ചെയ്തിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പ് ദിവസം ഓരോ അരമണിക്കൂർ ഇടവിട്ടും ഇത് സംബന്ധിച്ച് ഇത്തരം വോട്ടുകൾ ആരൊക്കെ, അവർ വന്നോ വന്നില്ലേ, അവരെ കൊണ്ടെത്തിക്കുക, അതാണ് ഉച്ചയ്ക്ക് 2 മണി വരെ BJP ശ്രദ്ധിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് അവർ പറയുന്നു. അതായത് BJPക്ക് വോട്ട് ചെയ്യാറില്ല ഇവർ, പക്ഷേ BJPക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. അത് 2 മണി വരെ ചെയ്തു. അതിനുശേഷമാണ് BJPക്ക് സ്വാഭാവികമായി ചെയ്യുന്ന വോട്ടുകൾ ചെയ്തോ എന്ന് ഉറപ്പിക്കുന്നത്. ഇതാണ് BJPയുടെ കോൺഫിഡൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് BJP ശക്തി കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച പ്രവർത്തകർ പറയുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, LDF മികച്ച പ്രവർത്തനം നടത്തി. അവിടെ കണ്ണാടിയിലും മാത്തൂരിലും LDF ലീഡ് ചെയ്യും എന്നുള്ളതാണ് BJPയുടെ കണക്കുള്ളത്. അതായത് കഴിഞ്ഞ തവണ ഈ പിരായിരിയിൽ മാത്രം പിടിച്ചതുകൊണ്ട് UDFന് ജയിക്കാൻ കഴിയില്ല. അപ്പുറത്ത് കണ്ണാടിയിലും മാത്തൂരിൽ നിന്നും വന്ന വോട്ടുകളുണ്ട്. അത് LDFിൽ നിന്ന് ചോർന്ന വോട്ടുകളാണ്. അത് പരസ്യമായി CPM-ഉം കോൺഗ്രസും ഒക്കെ തന്നെ പല ഘട്ടങ്ങളിൽ സംസാരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ മതേതര വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്തു വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ആ വോട്ടുകൾ ഇത്തവണ LDFന് പിടിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് നേരത്തെ സരിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സരിൻ സാധാരണ ഒരു CPM സ്ഥാനാർത്ഥിയെക്കാട്ടിൽ വളരെ വേഗത്തിൽ പ്രവർത്തകരോടും നേതാക്കളോടും എല്ലാം അടുക്കാൻ കഴിഞ്ഞു. ജനങ്ങൾക്കിടയിൽ ഒരു ആകർഷണം ഉണ്ടാക്കാൻ സരിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി സംഘടനാ സംവിധാനം അത്രയും ഉജ്ജ്വലമായി പ്രവർത്തിച്ചുകൊണ്ട് CPM-ന്റെ വോട്ടുകൾ, CPM-ന്റെ കാര്യമാണ് പറയുന്നത്, ആ വോട്ടുകൾ അവർക്ക് തന്നെ ലഭിക്കുന്നതും BJPയുടെ ഒരു അടിസ്ഥാനപരമായ ആത്മവിശ്വാസത്തിന് കാരണമാണ്. മാത്രവുമല്ല, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, BJP നിശബ്ദമായാണ് പ്രവർത്തിച്ചിരുന്നത്. വലിയൊരു ഓളമുണ്ടാക്കുകയും അപ്പുറത്തൊരു ന്യൂനപക്ഷ കേന്ദ്രീകരണത്തിന് സാധ്യതയുണ്ട്, അതിപ്പോഴും സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ തന്നെ കണക്ക് കൂട്ടുകയാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അങ്ങനെ ഉണ്ടാക്കാതെ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്തു. മാത്രവുമല്ല, UDF LDF ഒരു ഫൈറ്റ് പുറമെ നേതാക്കൾക്കിടയിൽ ഒക്കെ കൊണ്ടുവരാൻ ഫലത്തിൽ സാധിച്ചു. പെട്ടി വിവാദം ഉൾപ്പെടെ അതുണ്ടായപ്പോൾ BJP സ്ക്രീനിൽ വന്നെങ്കിൽ പോലും പിന്നീട് അവർ പിന്നിലേക്ക് മാറി നിന്നു. അങ്ങനെ ഫലത്തിൽ LDF പ്രവർത്തകർക്ക് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനോട് നേരത്തെ തന്നെ ഒരു അകലമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്തും നിലനിർത്താൻ കഴിഞ്ഞു. അവിടെ BJP അനാവശ്യമായി ഇടപെട്ടുകൊണ്ട് അതൊന്നും പറഞ്ഞ് ആ വോട്ടുകൾ, ആ സ്പ്ലിറ്റ്, അവർക്കിടയിലെ ഫൈറ്റ് കുറയ്ക്കാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. മാത്രവുമല്ല, BJPയുടെ പൊളിറ്റിക്കൽ വോട്ടുകൾ കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ വോട്ടുകളായി പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പാലക്കാടും തുടരുമെന്ന കാര്യത്തിലും BJPക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെയെല്ലാം വരുന്ന വോട്ടുകളാണ് BJPയുടെ ഒരു ആത്മവിശ്വാസം കൂട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ UDF മൂന്നാമതെത്തുമെന്ന് K. സുരേന്ദ്രൻ പറയുന്നതിന് ഒരു കാരണവും അതാണ്.
തീർച്ചയായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോളിംഗ് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കെ സുരേന്ദ്രന്റെ FB പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് തൃശ്ശൂര് പാലക്കാട്ട് ആവർത്തിക്കും എന്ന തരത്തിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട പോസ്റ്റായിരുന്നു. അത്രത്തോളം ആത്മവിശ്വാസം സുരേന്ദ്രനും BJP ഒക്കെ ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. BJP വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തെന്ന് പാലക്കാട്ട് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ പറഞ്ഞു. പോളിംഗ് ശതമാനത്തിലെ കുറവ് LDF-നും UDF-നും തിരിച്ചടിയാകുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകളെ സംബന്ധിച്ച് ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിരുന്നു ബൂത്ത് അടിസ്ഥാനത്തിൽ. ആ ലിസ്റ്റ് അനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തകർ, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ പോളിംഗ് നടത്തി ആ വോട്ടുകൾ പരമാവധി പോളിപ്പിക്കുക എന്നുള്ള ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. അതിൽ ഞങ്ങൾ 100% വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായിട്ട് ലഭിക്കാനും അതോടൊപ്പം തന്നെ രണ്ട് മുന്നണികൾക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കേണ്ട പഞ്ചായത്തുകളിൽ അവർ പുറകിൽ പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവും അത് രണ്ട് മുന്നണികളെയും ബാധിക്കും.